ഈ വീഡിയോ ഉണ്ടല്ലോ ഇന്നലത്തെ എൻ്റെ ബാക്കി തന്നെ ആവട്ടോ. അപ്പം നമ്മൾ ഇന്നലെ കിടക്കുമ്പോൾ 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് കിടന്നു. ഇപ്പം 5:30 നീച്ചുട്ടാ. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നേരം വെളുത്തു, വേഗം നേരം വെളുക്കുമല്ലോ. അപ്പോൾ ഇനി സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് ചേട്ടന് വർക്കുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുക്കങ്ങളാണ് കേട്ടൊന്ന്. ഒരുക്കങ്ങളല്ല, രാവിലെ ഇട്ടിട്ട് ഒന്നുമില്ല, നോർമലി നമ്മൾ പിറന്നാളാകുമ്പോൾ വെക്കണ പോലെ ചെറിയ രീതിക്കൊരു സദ്യ ഒരുക്കുക അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് വേഗം പോയി കുളിച്ചിട്ടേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ പെനിറ്റ് ബാത്റൂമിലൊക്കെ പോയി 5:45 തോന്നണം കേട്ടോ. ഒന്ന് കുളിച്ചിട്ടാണ് ഇനി ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നുള്ളൂ. അത് പിന്നെ എന്ത് വിശേഷമുള്ള ദിവസമാണെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യാറ്, കുളിച്ചിട്ട് ഞാൻ വെക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പം നല്ല ഇപ്പോഴത്തെ സാധ്യത ഏതാണ് നേരം വൈകിട്ടിലൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു മപ്പഴിച്ച പോലെ. അപ്പോൾ ഒന്ന് നന്നായി മോക്ക് കഴുകി സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ വേഗം കുളിക്കട്ടെ. കുളിച്ച ഒരു ഉഷാറായി കേട്ടോ രാവിലെ. പിന്നെ ഇന്നലത്തെ ഉണ്ടല്ലോ പോപ്പർ പൊട്ടിച്ചത് ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല ഇന്നലെ. ആളത്തൊക്കെ ഒരുവിധമൊക്കെ ക്ലീൻ ആക്കിയേക്കുന്നു, ഇതും കൂടി ഉണ്ട് ക്ലീൻ ആക്കാൻ. അപ്പം ഞാൻ വേഗം കുളിച്ചിട്ട് വരാം. നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. മഞ്ഞുണ്ട് ഇന്ന്. കുളിക്കട്ടെ കേട്ടോ വേഗം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിത് 2 വീഡിയോ ആയിട്ട് ഇടാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ലേ. മറ്റേ വീഡിയോയിൽ തന്നെ കൂട്ടിച്ചേർക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ 1 മണിക്കൂർ കവിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇൻട്രോ അങ്ങനെയായി പോയത്. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇട്ടിട്ട് ഞാനിതേ തേങ്ങ ഉടച്ചു കൂട്ടാ. ഞാൻ വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാറ്, തേങ്ങ ഉടച്ചിട്ടാണ് ചോറ് വയ്ക്കാറുള്ളത്. നേരത്തെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. 6:30 നീച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ സാമ്പാറിനുള്ളത് അരി കിടന്നു. വീഡിയോ എടുക്കാൻ നേരമില്ല, അതുകൊണ്ടാ ഗൈസ്. ഇഡ്ഡലി ആയിട്ട് ഉണ്ടാക്കിയേക്കണത്. ഇഡ്ഡലി ആയിട്ടുണ്ട്, ഇതിൽ ചായ ഉണ്ട്, സാമ്പാറാട്ടോ. ഇതൊന്ന് ഇറക്കി കൊടുക്കട്ടെ. സാമ്പാറായിട്ടുണ്ട്, പിന്നെ ഇതിൽ ചോറുണ്ട്. ഇനി ഉപ്പേരി അവിയലൊക്കെ എനിക്ക് വെക്കാണ്ട്, പതുക്കെ വെക്കണം. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ ടൈമിൽ. പിന്നെ ആദ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ആണോ അതോ ഞാൻ തന്നെയാണോ ആവട്ടെ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെയൊക്കെ എനിക്കൊക്കെ 7 മണിയാകുമ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരായിട്ട് എനിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ നേരത്തെ എനിക്ക് എന്താ വെച്ചാൽ ഒന്നാമത് വിശേഷ ദിവസമാണ്, പിന്നെ വിൻഷാട്ടിനെ നേരത്തെ പോകണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുഞ്ഞിച്ചക്കൻ കണ്ണൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ആദർശം എനിച്ചിട്ടുണ്ട്. വിൻഷാട്ട് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദർശിന് ഫസ്റ്റ് ഒരു ചായ കൊണ്ട് കൊടുത്തു. ആദർശ് കുടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മാളും എല്ലാവരും എനിക്ക് ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. മാളൊക്കെ ഉമ്മർത്ത് കുറച്ചു നേരം പോയിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവര് 8 മണി 9 മണിയാകുമ്പോഴേക്കും പോകണം പറഞ്ഞിട്ടാണ് നിൽക്കണത്. ആദർശിന് എന്തോ ഓഫീസിലേക്ക് എന്തോ പോവാണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവരും പോവും. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചായയുടെ പണിയോള് ചെയ്യണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി വെച്ചേക്കണ്, സാമ്പാർ അയക്കണു. ഇഡ്ഡലി പിന്നെ എല്ലാവരും ഉള്ള കാരണം കുറച്ച് കൂടുതൽ വേണമല്ലോ. അപ്പോൾ പിന്നെ 2-3 ട്രിപ്പായിട്ട് തന്നെ വെച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കിലാണ് ഞാൻ. അപ്പോൾ ആദ്യമാണ് വീഡിയോസൊക്കെ നടന്നെടുക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞോട്ടെ എല്ലാവരെയും ഒന്ന് എടുക്കണേന്ന് പറഞ്ഞപ്പോൾ ആളിതെല്ലാം നടന്നെടുക്കുന്നുണ്ട്. വിൻഷേട്ടൻ പിന്നെ വിളക്ക് കൊളുത്താൻ നോക്കാട്ടോ. സാധാരണ പിറന്നാളായിക്കോട്ടെ എന്ത് പരിപാടി ആയിക്കോട്ടെ ഞാൻ അമ്പലത്തിക്ക് രാവിലെ പോവാറുണ്ട്. പക്ഷെ എനിക്ക് അമ്പലത്തിക്ക് പോവാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്പലത്തിക്ക് ആ ഒരു വിശേഷ ദിവസത്തിന്റെ ഒരു ടച്ച് എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ കിട്ടണില്ല കേട്ടോ. കാരണം ഇങ്ങനെ പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ ഞാനിതേ രാവിലത്തേക്ക് ഒന്ന് ഒതുക്കിയിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്ന അതൊരു പ്രത്യേകത ഫീലാട്ടോ. ഞാൻ ഡെയിലി അമ്പലത്തിൽ പോണ ആളൊന്നും അല്ല കേട്ടോ. അടുത്ത അമ്പലം ഉണ്ടെങ്കിലും കൂടിയിട്ട് എനിക്ക് ഡെയിലി അമ്പലത്തിക്കൊന്നും പോകാൻ പറ്റാറില്ല. എന്നാലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അങ്ങനെ പോവാട്ടെ ചെയ്യാറ്. പക്ഷെ പ്രാർത്ഥിക്കും നന്നായിട്ട്. ഞാൻ ദൈവവിശ്വാസിയാണോ വെച്ചാൽ ഞാൻ നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷെ അന്ധവിശ്വാസം എനിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിലിരുന്ന് നല്ല പ്രാർത്ഥിക്കും കേട്ടോ. വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. പിന്നെ പറ്റുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഗ്യാപ്പിന് അമ്പലത്തിൽ പോവുകയും ചെയ്യും കേട്ടോ. അതായത് ഈ താൻ പാതി ദൈവം പാതി എന്നല്ല പറയുമോ, ഞാൻ അങ്ങനെയായിട്ടല്ല നോക്കുക. മൊത്തം ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ മൊത്തം ഞാൻ എടുക്കാറില്ല. പകുതി എൻ്റെ പകുതി ദൈവത്തിന്, അങ്ങനെയാണ് ഞാൻ എപ്പോഴും മൈൻഡിൽ വെക്കാറുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോവാട്ടോ. ദൈവത്തിൽ നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അങ്ങനെ പിള്ളേർ ഓരോരുത്തർ എനിക്ക് നമ്മുടെ കുഞ്ഞിച്ചക്കനും അതായിട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുടെ മുഖച്ചായൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വലുതാവും തോറും അവൻ്റെ മുഖത്തിൻ്റെ ഷേപ്പും ആളും അതേ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചിരിച്ചു തുടങ്ങി, ചിരിയൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കുക, നമ്മളൊക്കെ നടന്ന് പോകുമ്പോൾ ആദ്യം ഇങ്ങനെ കിടന്ന് കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടല്ലേ. പക്ഷെ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ തിരിഞ്ഞ് തലയൊക്കെ ചെരിച്ച് നോക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വിൻഷായിട്ട് പിറന്നാൾ കൂടി ഇടുകയാണ് കേട്ടോ. നമ്മുടെ തേജ്
കൊടുത്ത ആ ഷർട്ട് തന്നെയായിട്ട് ഇടുന്നത്. അപ്പോൾ വിൻഷേട്ടന് അമ്പലത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ പൂവും വേണമെന്ന് പറഞ്ഞ ആ ഒരു ധൃതിയിലായിട്ട് നിൽക്കണത്. അങ്ങനെ വിൻഷേട്ടൻ ഇനി ചായയൊക്കെ കുടിച്ചിട്ട് വേഗം പോകാൻ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ഷർട്ട് ഇടുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പൊ കല്യാണ ചെക്കൻ്റെ ഹോളിന് കാണാന്ന് ഇല്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇടി മുണ്ടിലേക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇത് ആദർശിന്റെ സെലക്ഷൻ ആട്ടോ. ഇത് ആദർശ് പിന്നെ വൈറ്റ് എടുത്തേക്കണ്. നല്ല രസമുണ്ട്. പാൻറ് എടുക്കാൻ ഇൻഷേട്ടിന്റെ അളവും ഇൻഷേട്ടിന് എല്ലാ പാൻറ്റും സെറ്റ് ആവില്ല. അതുകൊണ്ട് പാൻറ് എടുത്തില്ല. ഒരു ബാഗ് അവിടെ ഇട്ടിട്ട് അവിടെ ഇരിക്കേണ്ടത് സുമുഖൻ. കണ്ടോ ഇപ്പൊ ചെറിയ ചിരിയൊക്കെ തുടങ്ങിയിട്ട് നമ്മള് സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായി ചിരിക്കും കാര്യം നല്ല കളിയും ചിരിക്കാള് തുടങ്ങിയേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കളിപ്പിക്കാൻ നല്ല രസമാണ്. വിൻഷേട്ടനോ അതേട്ടോ ഇപ്പൊ നല്ല അങ്ങനെ കളിച്ചു തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര ഇതാ. അപ്പൊ ഇത് ഇങ്ങനെ രാത്രിയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അതിന്റെ പറയണ് ചെക്കനാണെങ്കിൽ ചിരിക്കലൊക്കെ തുടങ്ങിയപ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ തോന്നുക അതൊക്കെ പറഞ്ഞിട്ടാട്ടോ പോണത്. അങ്ങനെ ഇനി ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടാവും കേട്ടോ ഉച്ചയ്ക്ക്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ താമരയിൽ മുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാളും കേട്ടോ വീഡിയോ കൊടുക്കുന്നത്. അപ്പൊ അവള് പറയുന്നത് മുട്ടിട്ടുണ്ട്, ഇത് വിരിയുമ്പോൾ കാണാൻ എങ്ങനെയാവും ഭംഗി ഉണ്ടാവും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ചീഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കളയാൻ വലിച്ചതാണ് ഞാൻ. പക്ഷെ കിട്ടണില്ലത്. ആമ്പലിൻ്റെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സുഖമായി പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ പറ്റണില്ല, നല്ല ബലമുള്ള പോലെ. അങ്ങനെ ഇവർ വേഗം ചായ കുടിക്കായിരുന്നു കേട്ടോ. അവർക്ക് ഇനി പോകണമല്ലോ. അപ്പോൾ ഇഡ്ഡലി സാമ്പാർ കൂടിയിട്ട് അവർ ചായ കുടിക്കായിരുന്നു. ഞാനാണെങ്കിൽ നമ്മുടെ ചെക്കനെടുത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ ആ ചായ കുടിക്കണ നേരത്ത്. പിന്നെ ഇവർ ഇങ്ങനെ തന്നെ പോവാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിൽ ചെന്നിട്ട് കുളിക്കണുള്ളൂ, ഡ്രസ്സ് മാറണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ സാമ്പാറായിട്ടുണ്ട്, ഇവിടെ ഉപ്പേരി ആയിട്ടുണ്ട്, പിന്നെ അയക്കണത് ഇഡ്ഡലിയും ചായ അതൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. എനിക്ക് പണികളുണ്ട്, ഇവരിറങ്ങാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അടിച്ചോരാണ്ട് കുറേ കരട്. ഇന്നലെ അടിച്ചൊരിതാണ്, എന്നാലും കുറേ ഉണ്ട്. അങ്ങനെ ഇതേ എല്ലാവരും ഇറങ്ങാണ് കേട്ടോ. അതാണ് ചായയോട് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ രണ്ടാളും മാറി മാറി ഇടുന്നതാട്ടോ. എൻ്റെ ഈ ചെരുപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ചെരുപ്പ് കേട്ടോ. അതാണെങ്കിൽ ഇട്ടിട്ട് അങ്ങനെ കാലിങ്ങനെ നീട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അതൊക്കെ ഇങ്ങനെ വളച്ച് കൊണ്ട് വെച്ചേക്കണം കേട്ടോ. ഞാൻ എന്നിട്ട് പറയട്ടെ എൻ്റെ ചെരുപ്പ് ഒന്ന് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ ഇതേ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇതേ ഇറങ്ങാണ്. ആവശ്യമില്ലടി വീട്ടിലോട്ട് കയറണമെങ്കിൽ അല്ല എന്നെ മാളു കയറാനാ പോണ്. പോയി കയറ്റി ടാറ്റാ. അതാ കറുത്ത പോകാതൂനെ. ഓ ശരി. ബസ്സിന് വരാന്ന്. അയ്യോ അതിന്റെ ആവശ്യമില്ലടി, ഞാൻ വരും. ഞാൻ എന്തായാലും പോണേക്കാൻ മുന്നേ വരും. ഓ ഈ മറ്റേ പിച്ചക്കാരി സാധനത്തോട് അതേപോലെ ഉണ്ട്. ശരി ആർക്കടിക്ക് ഇവിടെ ഒന്നിനെ മേടിക്കാൻ വന്നാന്ന്. ഒന്നുമില്ല പൊക്കോ, അവിടെ ഒന്നുമില്ല, അവിടെ പൊക്കോ. അങ്ങനെ ഇതേ പൂമ്പളും ചളി പറഞ്ഞിട്ട് തന്നെയാണ് പോവുള്ളൂ. അപ്പോൾ അവർ ബാഗ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആര്യയുടെ. അപ്പോൾ അതെടുക്കാൻ തിരിച്ച് വീണ്ടും വന്നു കേട്ടോ. വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞപ്പോൾ അതേ ആൾ വന്നിട്ട് അങ്ങനെ ബാഗ് എടുത്ത് പോയിട്ടാ. അങ്ങനെ അവർ പോയി. എനിക്ക് അടിച്ചോരി ഒന്ന് തുടക്കി അങ്ങനത്തെ കുറച്ച് പരിപാടിയും കൂടെ ആയിട്ടുള്ളൂ. ഇന്നലെ അടിച്ചോരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഇവിടെ ഇങ്ങനെ കരടൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ അടിച്ചോരിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫാനൊക്കെ ഇടുമ്പോൾ എവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി വന്നിട്ടുണ്ട്. ഒറ്റ ട്രിപ്പും കൂടി അടിച്ചോരാച്ചിട്ടാണ് കേട്ടോ. ഇനി അടിച്ചോരിയിട്ട് തുടക്കുക. പിന്നെ അവിയൽ വെക്കണം, അവിയലില്ലേ, അവിയൽ വെക്കണം എന്ന് വിചാരിക്കണേ.
പിന്നെ എന്താ വെക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. നോക്കട്ടെ, വഴി കാണാൻ എന്തായാലും വേഗം അടിച്ചൊരു തുടക്കട്ടെ. 10 മണി ആവാറായി. അതങ്ങനെ കഴിഞ്ഞിട്ട് പകുതി സമാധാനമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ എന്ത് പണി കഴിഞ്ഞില്ലെങ്കിലും അടിച്ചൊരു തുടച്ച് കഴിഞ്ഞാൽ ഒരു പകുതിക്കും കുറച്ചുകൂടി മുകളിൽ ഒരു സമാധാനമാണ് ശരിക്കും. അപ്പം ഞാൻ വേഗം അടിച്ചൊരു തുടക്കട്ടെ കേട്ടോ. ടിവിയിലൊരു പാട്ട് വെക്കട്ടെ, ഭയങ്കര മൂകത. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വിൻഷേട്ടൻ വന്നപ്പോഴാട്ടോ. അപ്പോൾ അതേ വിൻഷേട്ടനും ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. അങ്ങനെ വിൻഷേട്ടൻ അതേ സംഭാരം ഉണ്ടാക്കിയിട്ടോ, നല്ല കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ചീന്തിട്ടിട്ട്. ഞാൻ നല്ല തിരക്കാടുന്നു കേട്ടോ, കാരണം ഉപ്പേരി അല്ല അവിയൽ എന്തൊക്കെ ഉണ്ടാക്കണ തിരക്കിലായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ തന്നെ വന്നിട്ട് സംഭാരമൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതേ വിൻഷേട്ടൻ്റെ ഫ്രണ്ടിനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇതേ ഞാനും കുറച്ച് കുടിച്ചു കേട്ടോ. പിന്നെ അതേ പായസം അപ്പുറത്ത് ഉണ്ടാക്കുന്നുണ്ട്. അവിയൽ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് തൈരും തേങ്ങ അരച്ചതും ഇത്തിരി വെള്ളമായിപ്പോയി. അതുകൊണ്ട് പിന്നെ ഉപ്പേരി പോലെ കുറച്ചിങ്ങനെ കൊഴുകൊഴുന്ന് തന്നെയായിരുന്നു കേട്ടോ അവിയലുണ്ടായിരുന്നത്. പിന്നെ ഉപ്പേരി, ഇതേ സാമ്പാർ, പിന്നെന്താ ചോറ്, അച്ചാറുണ്ട്, പപ്പടവും കാച്ചാനായിട്ട്. ഇനി അച്ചാർ ഇതായിരിക്കണു, ഇനി പപ്പടം കാച്ചാനും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ എന്താ നമ്മുടെ പായസം പാലട കേട്ടോ. ഞാൻ മറ്റേ കിറ്റ് വാങ്ങൂലോ, അത് വാങ്ങിയിട്ടാട്ടോ ഞാൻ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണേക്കാൾ മുന്നേ വിളക്കത്ത് വിളമ്പില്ലേ, അത് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വിൻഷേട്ടൻ തന്നെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഇതായി ഉണ്ടായിരുന്നത്. അതിപ്പോൾ തേജുവിൻ്റെ പിറന്നാളിലും ഞാൻ വിൻഷേട്ടനെ കൊണ്ട് തന്നെ കേട്ടോ വിളക്ക് കൊളുത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വിളമ്പലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കേട്ടോ. അത് ഇതേ ചോറ് സാമ്പാർ ഇതേ എല്ലാതും നമ്മൾ വെച്ചത് വലിയ ഓവർ സദ്യയാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ പ്രാവശ്യം ഇതേ അവിയൽ, പിന്നെ എന്താ ഓലൻ, മറ്റേ സംഭവമില്ല എന്താ പറയുക എരിശ്ശേരി, ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വേസ്റ്റ് ആവും. എല്ലാത്തിനും കുറച്ച് ശേഷം എടുക്കുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര കുറവെടുത്തത്. പിന്നെ എനിക്ക് ചെറിയൊരു വെയ്യായിക ഉണ്ടായിരുന്നു. അതായത് ഈ പനിയുടെ സ്റ്റാർട്ടിങ്ങില്ലേ, ഒരു പനി നമുക്ക് തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് വരുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വെയ്യായിക ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇതാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ അതേ സരീഷ് ചേട്ടനും പിന്നെ വേറൊരു ചേട്ടനും ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ തേജുവിന് പിന്നെ എല്ലാവരുമായിട്ട് വിൻചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആട്ടോ, വേഗം ആവും ചെയ്യുവേ. അപ്പോൾ അവരെ അവരുടെ കൂടെ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം ചോറൊക്കെ ഇതേ വിളമ്പുന്നുണ്ട് കേട്ടോ, അവിയലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ വിൻചേട്ടനോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി ഉള്ള ദിവസം അപ്പം ഇന്ന് സദ്യ കുറവായി, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വെക്കും. ഇന്നിപ്പോൾ നോക്കി കുറച്ച് വെച്ചപ്പോൾ അതേ കുറേ ആൾക്കാരും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് വിളമ്പണത് കേട്ടോ. അങ്ങനെ ഇതെല്ലാതും നിരത്തി വെച്ച് ഇതേ വിളമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ വിൻചേട്ടൻ പറയണ്ടായിരുന്നു ഇപ്പം എത്ര ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണ്ടേ. ഞാനും തേജും കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. ഇഡ്ഡലി കുറച്ച് മുമ്പ് കഴിച്ചുകൊണ്ട് തന്നെ ഇവർ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നു, വേഗം പോവും വേണമല്ലോ. അപ്പോൾ പിന്നെ ഇവർ നേരത്തെ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ തേജു വേണ്ട, അവന് വിശക്കണില്ല, ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കണത്. പിന്നെ പേരിന് അച്ഛൻ്റെ പിറന്നാളിലെ അച്ഛനെ കൂടി ഇരിക്കുക പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒന്നൊരു വായ കഴിച്ച് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ കണ്ട സാമ്പാർ, ചോറ്, അവിയൽ, അച്ചാർ, ഉപ്പേരി, പായസം, വെള്ളം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ തേജു കേട്ടോ വീഡിയോ എടുത്തിടുന്നത്. അവിടെ തരാൻ വീഡിയോ നിങ്ങൾ കഴിച്ചോന്നും പറഞ്ഞിട്ട് ഇതേ വന്ന് എടുത്ത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേ തേജു വീഡിയോ എടുക്കുമ്പോൾ ഇവരുടെ എടുത്ത് പോയിട്ട് ഇവർ ചമ്മലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ തേജുവിൻ്റെ സ്വഭാവമാണ് ആരെങ്കിലും ചമ്മല് കാട്ടി അവരുടെ വീഡിയോ തന്നെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതേ അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവർ പോയിട്ട് ഞാൻ പിന്നെ വൈകുന്നേരം എടുത്തത് വിൻഷേട്ടൻ വീണ്ടും വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സരീഷേട്ടനെ ഷൊർണൂർ കൊണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തോളൂ. പിന്നെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കിടന്നു, നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടോ. ഒരു 5 മണി 5:30 ആകുമ്പോൾ വിൻഷേട്ടൻ വന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ എനിക്കണത്. അപ്പോൾ ഗുളികൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. ആ ഉറക്കത്തിൽ തന്നെ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഞാൻ കൂളായിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ പറഞ്ഞു വായോ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ പിന്നെ ചുഴുതേക്കം എന്താ പറയുക തുള്ളിച്ചാടി ഇറങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് മുന്നുള്ള ടോപ്പാണ് ഉള്ളിലിട്ടിരിക്കുന്നത്. മുകളത്തെ കോട്ട് പോലത്തെ ഐറ്റല്ലേ, അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുറേ പേര് റിവ്യൂ ചെയ്ത് കണ്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ഷോർട്സ് ചെയ്യുമ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ അപ്പം ടാഗ് ചെയ്യാം. ഒരു പാരസെറ്റമോൾ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ പനി ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട് ഇടാൻ വേണ്ടിയിട്ട്, നല്ല സുഖമാണ്. പിന്നെ ഈ ഒരു മുകളിലിട്ടിരിക്കുന്ന ആ കോട്ട് പോലത്തെ ഉണ്ടല്ലോ, അങ്ങനെ ലൂസായിട്ടാണ് എടുക്കുക. അങ്ങനെ നമ്മളിത് ഇപ്പോൾ പോകുന്നത് ഷൊർണൂർക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പനി വരും. പനി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു ദിവസം നല്ല രീതിക്ക് പനിക്കും. ആ ഒരു മരുന്ന് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി പോവും, പെട്ടെന്ന് എൻ്റെ പനി മാറും. പിന്നെ എനിക്ക് മാറാൻ ടൈം എടുക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ ശബ്ദം. എനിക്കെൻ്റെ ശബ്ദം തിരിച്ച് കിട്ടാൻ കുറേ ദിവസം എടുക്കും. അതാണ് എനിക്ക് പനി പിടിച്ചാലുള്ള പ്രത്യേകത. ഒറ്റ ദിവസം കൊണ്ട് ബാക്കി എല്ലാ വയ്യായികം മാറും. പക്ഷേ എൻ്റെ ഈ ശബ്ദം എനിക്ക് തിരിച്ച് കിട്ടാൻ കുറേ നാളെടുക്കും. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുമ്പോൾ അമ്മയൊക്കെ വിളിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും പനി കുറഞ്ഞില്ല, അപ്പോൾ നിൻ്റെ പനി കുറഞ്ഞില്ല എന്ന് ചോദിക്കുക. പക്ഷെ പനിയൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ ശബ്ദം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതാണ് എനിക്ക് പനി വന്നാണ് ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ഇവിടെ ചെറുതുരുത്തി കിസ്മിസോ അതന്നെ തോന്നുന്നു കേട്ടോ, അവിടെ കയറിയിട്ടുണ്ടായിരുന്നു ചായ എന്തെങ്കിലും കുടിക്കാമെന്നും പറഞ്ഞിട്ട്. ഞാനും വിൻഷേട്ടനും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാച്ചിട്ട് എടുത്തതാട്ടോ. ഇത് ചായനെ തോന്നുന്നു. നമ്മുടെ ഞാനെടുത്ത ഫ്ലേവർ എന്ന് പറയണത് നമ്മുടെ മുന്തിരി
മുന്തിരി മിൻഷേട്ടൻ പൈനാപ്പിളും ആട്ടോ പറഞ്ഞത്. അങ്ങനെ അതൊക്കെ വാങ്ങി ഒരൊറ്റ ഇറക്കിയുള്ളൂ. ഞാനത് അവിടെ വെച്ചു. എനിക്ക് തീരെ സെറ്റായി ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാ ചായ വല്ലത് പറഞ്ഞാൽ മതിയായിരുന്നു തോന്നി. പിന്നെ തേജുവിന് ഇതേ ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഞ്ച് റൈസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. പിന്നെന്താ ഷവർമ്മ തോന്നുന്നു, നമ്മുടെ ഷവർമ്മ തന്നെ റോളാട്ടോ പറഞ്ഞത്. അപ്പം അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റിക്ക് ചായ ആരും കുടിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മിന്റ് ലൈമും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കുടിച്ചിട്ട് ഇതേ പോന്നു കേട്ടോ. അതാണ്ട കിസ്മീസ്. നമ്മളിങ്ങോട്ട് മുന്നേ 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നേക്കണ്ട് പാറും ചിത്തിട്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തൃശ്ശൂർ എക്സിബിഷന് പോകുമ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം അങ്ങനെയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ നമ്മുടെ സരീഷേട്ടനതേ ഷൊർണൂർ ഇറക്കി. സരീഷേട്ടൻ്റെ വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇനി ആൾ വീട്ടിലേക്ക് പോവും. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ കൊണ്ട് ഇറക്കിയത് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിനി തിരിക്കും കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് വിൻഷാൻ്റെ പിറന്നാളിലെ തലേന്ന് നമ്മൾ സർപ്രൈസ് കൊടുത്തില്ലേ, അത് നല്ല ഹെവി ആയിട്ട് ചെയ്തോണ്ടാ തോന്നുന്നു. പിറന്നാളിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് അത്ര ഒരു ഇത് തോന്നിയില്ല കേട്ടോ. ഒന്നാമത് രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ വിൻഷാടൻ ജോലിക്കും പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്ന് വീണ്ടും പോയി. അപ്പം എനിക്ക് അങ്ങനെ ഒരു പിറന്നാളാണ്, ഒരു വിശേഷ ദിവസം എന്നുള്ളൊരു ഫീലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ വൈകുന്നേരം ഇപ്പോൾ രാത്രി കേട്ടോ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പട്ടാമ്പി കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേജു പറഞ്ഞു തേജുവിന് മാളിൽ പോകണം, ഗെയിം എന്തെങ്കിലും കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ വാശി പിടിക്കുന്ന ആളല്ല, പക്ഷെ വല്ലപ്പോഴും പറയും അമ്മയെ ഗെയിം കളിക്കാൻ കൊണ്ടുപോകുമോ, ഇവിടെ ഇങ്ങനെ കളിക്കാൻ കൊണ്ടുപോകും എന്നൊക്കെ ചോദിക്കും. നമ്മൾ പറയുമ്പോൾ സിനിമയ്ക്കൊക്കെ വരുന്നതാണ് കേട്ടോ ഈ മാളിലേക്ക്, പക്ഷേ അങ്ങനെ എപ്പോഴും വാശി പിടിക്കാറില്ല. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞതല്ലേ വെച്ചിട്ട് ഞങ്ങൾ ഫിലിം എന്തെങ്കിലും കാണാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ ചേട്ടൻ പറഞ്ഞു വേറൊരു ദിവസം വരാം, അവൻ പറഞ്ഞതല്ലേ ഇത് അവൻ കളിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 2 മണിക്കൂർ ഇവിടെ വന്നിരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. അവൻ എല്ലാത്തിലും കയറി. നമുക്ക് ഇവിടുന്ന് ഒരു കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തോ ഒരു പ്രിവിലേജ് കാർഡ് പോലെ കേട്ടോ, എന്തോ അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അതായത് ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാത്തിൻ്റെയും ഫണ്ട് കൊടുക്കേണ്ടി വരില്ലേ തോന്നുന്നു. നമുക്ക് ഏത് ഗെയിമാണോ കളിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ മാത്രം പേ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാർഡ് നമ്മൾ വാങ്ങിയിട്ടോ. കാരണം എന്തായാലും ഇവരെ കൂടെ ഇടയ്ക്കൊക്കെ വരണതല്ലേ, നമ്മൾ അങ്ങനെ കളിച്ചോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു ഗെയിം കഴിഞ്ഞ പ്രാവശ്യം സിൻഡിക്കേറ്റ് മാളിൽ പോയപ്പോൾ അവൻ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ 3 ബൊമ്മേനൊക്കെ എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു ടെഡീസിനെ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഇതിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ കോയിൻസ് കുറവായിരുന്നു. മറ്റേല 6-7 ടൈമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. 2 വട്ടം കളിക്കുമ്പോഴേക്കും കോയിൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് അവിടെ വെച്ചു. പിന്നെ എല്ലാത്തിലും ഇതേ കയറി കളിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു സമയമായപ്പോഴേക്കും എനിക്ക് വീണ്ടും എൻ്റെ ഒരു മൊത്തത്തിൽ ഒരു വയ്യായൊക്കെ തോന്നി തുടങ്ങിയിട്ട്. അതാണ് ഞാനൊരു മുക്കിൽ പോയിരുന്നത്. വിൻഷേട്ടൻ നടന്നു കേട്ടോ. അവൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ എല്ലാത്തിലും കയറ്റിയായിരുന്നു. പിന്നെ ഞാനും കുറച്ചു നേരം പോയി നിന്നു. ഇതെന്താ ചാട് ചാട് ചാട്. ഇതിലാണെങ്കിൽ ഇവൻ ഇങ്ങനെ ചാടുന്നുണ്ട് കേട്ടോ. ഞാനും മിൻഷേട്ടനും ചോദിക്കുന്നത് ഇവൻ ചാടണതാണോ അതോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയാണോ എന്ന്. പക്ഷെ ഇവൻ ജസ്റ്റ് ഇങ്ങനെ ചാടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതും ഒരു ഗെയിമാണ്. ഇവൻ ചാടുന്തോറും ആ ഒരു ബൊമ്മല്ലേ ഫ്രണ്ടിൽ അവരിങ്ങനെ ഹൈറ്റിൽ പോവും. പിന്നെ തേജുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ എന്താ വെച്ചാൽ ഈ ബോളിൻ്റെ മുകളിൽ കെടുക്കുക, മറയുക, പിന്നെ അവിടെ കൂടെ കയറുക, അങ്ങോട്ട് ഉരസി വരിക. അവന് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ആദ്യം അവൻ ഇങ്ങനത്തെ കയറും. പിന്നെ ഇത് ഈ ചാടുന്നത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലും. ഇപ്പോൾ നമ്മൾ പൂരത്തിന് പോയാൽ പോലും ഇപ്പോൾ ചില പൂരത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ പിള്ളേർക്ക് കളിക്കാനുള്ളത്. അവിടെ പോയാലും ആദ്യം കുട്ടി ഓടിച്ചില്ല ഇങ്ങനത്തെ കേട്ടാ, ഈ ചാടണേലും പിന്നെ ഈ ബോളിൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ട്. പിന്നെ അത് എന്നെ വിളിച്ചിട്ട് ഈ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇതിൽ ഇത് അറ്റം വരെ അവൻ കയറിയെന്നും പറഞ്ഞിട്ട് ശരിയാട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. പിടിച്ചിട്ട് ഇത് അറ്റം വരെ കയറി കാണിച്ചു തന്നു കേട്ടാ. അപ്പം കുട്ടിക്ക് അത് ഭയങ്കര വലിയ കാര്യം പോലെയായിട്ട് എന്നോട് പറയണത്. പിന്നെ നേരത്തെ അതിൻ്റെ അടിയിലേക്ക് ചാടി കണ്ട. ഇവിടെ ഒന്നും നമുക്ക് പേടിക്കാനില്ല. വേറെ പിള്ളേർ കാലുമ്പോ കൈമയോ ഒന്ന് വീഴാണ്ട് നോക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവന് വെള്ളം ദാഹിക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മളതേ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങാൻ നെസ്റ്റോൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വേറെ എന്തെങ്കിലും ജ്യൂസ് വേണമെന്നും കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുക കേട്ടോ. പിന്നെ വിൻഷേട്ടന് എന്തോ സ്പ്രേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ വണ്ടി എടുത്ത് പിന്നെ ഒരു ബേക്കറിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് വിൻഷേട്ടൻ്റെ മേമയുടെ മോനെ കണ്ടു കേട്ടോ. അവൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് ബാക്കിൽ നിന്ന് ഇതേ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ ഓടി വന്നാട്ടൊക്കെയാണെങ്കിൽ അവൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൻ ഹെൽമെറ്റ് ഊരിയപ്പോഴാണ് ആളെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവൻ ഇവിടേക്ക് എന്തോ ചിക്കനോ ബീഫോ എന്തോ ബീഫ് റോസ്റ്റോ എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു.
പിന്നെ നമ്മൾ നേരെ വിൻഷാടിൻ്റെ വീട്ടിലേക്ക് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്ക് ഇന്നലെ നമ്മളൊരു കേക്കെല്ലാം മുറിച്ചത് അവരെ കൂടി വന്നപ്പോൾ. അപ്പോൾ വീട്ടിലേക്ക് പിന്നെ നമ്മൾ കേക്ക് ഇങ്ങനെ ഇപ്പുറത്തെ വഴി കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഒന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ ചേട്ടനെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കിന്നൊരു കേക്ക് വാങ്ങാൻ വീട്ടിൽ പോയിട്ട് അവിടെ മുറിക്കാം. വേറെ നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളൊരു ഫ്രഷ് കേക്ക് തന്നെ വാങ്ങിയിട്ട് നേരെ വിൻഷാടിൻ്റെ വീട്ടിലേക്കായിട്ട് പോണത്. ഇവിടെയാണെങ്കിൽ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ച് പേടിക്കണം കേട്ടോ. കാരണം 2 സൈഡും പാടാണ്. പിന്നെ പാമ്പുകളെയൊക്കെ നല്ല ശ്രദ്ധിക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മൾ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വീടെത്തി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ നേരത്തായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അച്ഛനാണെങ്കിൽ പുറത്തേക്ക് പോയി കിടന്നു കേട്ടോ നമ്മൾ വന്ന നേരത്ത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ ഒതുക്കി. പിന്നെ അമ്മ വേഗം അച്ഛനെ വിളിച്ചു കേട്ടോ നമ്മൾ വന്നിട്ടുണ്ട് പറഞ്ഞപ്പോൾ. അച്ഛനമ്മയാണെങ്കിൽ കുറച്ച് മുമ്പ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണെങ്കിൽ സരീഷേട്ടനെ കൊണ്ടാക്കാൻ പോയേക്കാലോ. അപ്പം ഞങ്ങൾ വീട്ടിലില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് വരുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ടാന്നും പറഞ്ഞിട്ട് അങ്ങനെ പോരാട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ഇതെവിടെ എത്തി. അച്ഛനാണെങ്കിൽ ഈ സമയത്ത് പുറത്തേക്കും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചേരം സീരിയലൊക്കെ കാണാമായിരുന്നു. പിന്നെ അമ്മമ്മ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മമ്മ ഇവിടെ ഇരുന്നിട്ട് സീരിയലും കണ്ടിട്ടാട്ടോ ഫുഡ് കഴിക്കുക. പിന്നെ അങ്ങനെ ആ റൂമിൽ കിടക്കും. അവിടെ കിടന്നിട്ട് തന്നെ TV കാണുകട്ടോ ചെയ്യുക. ചോറുണ്ടാനുള്ള ഗ്യാപ്പ് ഞങ്ങളുടെ വയറ്റിലില്ല കേട്ടോ. അപ്പോൾ ചോറ് എന്തായാലും വേണ്ട പറഞ്ഞപ്പോൾ അമ്മ വെള്ളം എന്തെങ്കിലും കലക്കാൻ പറഞ്ഞ് നിൽക്കുകയാണ്. വിൻചേട്ടനാണെങ്കിൽ ഇതേ കഴിച്ചേയും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലായിട്ടിരിക്കുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ഇതേ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയും പറഞ്ഞു കേട്ടോ നന്നായി കേട്ടോ. നിന്റെ ഉണ്ടായിരുന്ന മോഡൽ തന്നെയാലോ എല്ലാവരും അതായിട്ട് വിൻചേട്ടൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ടായിരുന്ന മോഡൽ തന്നെയല്ലേ നന്നായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേ ഇങ്ങനെ നോക്കിയിട്ട് പറയണ്ടായിരുന്നു. പിന്നെ ഇനി അച്ഛൻ വന്നിട്ട് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഇന്നലത്തെ സർപ്രൈസിൻ്റെ കാര്യമായിട്ടോ പറയണത്. ഇന്നലെ ഇങ്ങനെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് തന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. പിന്നെ ഇത് വിൻഷാടിൻ്റെ പിറന്നാൾ കോടിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മ എടുത്തേക്കണതാണ്. അപ്പോൾ ആ ഷർട്ട് ഇട്ടോക്കാണ് കേട്ടോ നിന്നിട്ട്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ബ്ലാക്കും വൈറ്റും. വിൻഷാടിന് ബ്ലാക്ക് ആണ് കേട്ടോ ഇഷ്ടം. പിന്നെ അതേ അച്ഛനും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൈ ചെയ്യാൻ. വിൻഷാടിന് ഈ ബ്ലാക്ക് ഇഷ്ടമുള്ള കാരണം എല്ലാവരും ഇത് എപ്പോഴും ബ്ലാക്ക് ടച്ച് വരുന്ന ഡ്രസ് ഔട്ട് അവസാനം എടുക്കുന്നുണ്ടാവുക. പിന്നെ അതേ ജ്യൂസ് കലക്കിയിട്ടുണ്ടായിരുന്നു. അത് കുടിക്കുന്നുണ്ട്. പിന്നെ അച്ഛനും അമ്മ ഇതേ ലഡും ജിലേബിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാനുള്ള പ്ലാനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് കൊണ്ടൊക്കെ പറഞ്ഞിട്ട് നിൽക്കണത്. പക്ഷേ അവിടെ നിന്ന് 2 ലഡു കഴിച്ചിട്ട് 2-3 ലഡു തൊട്ട് ഞാൻ കൈ പിടിച്ചുള്ളൂ. ഞാൻ അങ്ങനെ പറയുന്നത് ഇത് മൊത്തം ഞാൻ കുറേ ലഡു വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 10 ലഡു 10 ജിലേബി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത് മൊത്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് മൊത്തം ഇരുന്ന് ഞാൻ ഗ്യാപ്പിന് കഴിച്ചു തീർക്കും. ഷുഗർ കട്ടും ഷുഗർ അടിച്ചു കയറലും ഒക്കെ കൊള്ളാവുമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയില്ല കേട്ടോ. ഞാനൊരു 4 ലഡു അല്ല 4 ലഡു ഇല്ല 3 ലഡു തോന്നുന്നു. 3 ലഡും ഒരു ജിലേബി 2 ജിലേബിയും കണ്ടു എടുത്തു കേട്ടാ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ പോന്നു. പിന്നെ അവിടെ നിന്നും കഴിച്ചു കേട്ടാ. എല്ലാവരും ഷുഗർ ഉള്ളവരാണ്. അച്ഛന് ഷുഗറുണ്ട്. അമ്മമ്മയ്ക്കാണെങ്കിൽ നല്ല ഷുഗറാണ്. ഇവിടെ വെച്ച് അമ്മമ്മയും കഴിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടാ. പിന്നെ സച്ചൂട്ടനൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ അതേ കേക്ക് കട്ടി വെച്ചിട്ടാ. അപ്പം അപ്പുറത്തുനിന്ന് പൊന്നൂനെ വിളിക്കാൻ നോക്കാട്ടോ വിൻഷാടിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷെ പൊന്നൊക്കെ കിടന്നു ഉറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ കട്ട് ചെയ്യാട്ടോ ചെയ്ത്. അങ്ങനെ വിൻഷാടിനും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇതൊരു കുഞ്ഞി കേക്ക് വിടുന്നു നമ്മൾ കട്ട് ചെയ്തു. എല്ലാവരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സൈലന്റ് ആയ പോലെ തോന്നിയിട്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ പിള്ളേരുകൾ എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ ലഹള വെച്ച് ആകെ ഒരു കേമാക്കി തന്നിടുന്നു. പക്ഷെ സച്ചൂട്ടനാണെങ്കിൽ രാഹുലാടിന്റെ വീട്ടിലാണ്. ചേച്ചിയുടെ വീട്ടിലേക്കും പോയിക്കാണ്. അപ്പൊ മൊത്തത്തില് ആൾക്കാർ കുറവാടുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഞങ്ങളെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തു. പിന്നെ ബാക്കി ഇതേ കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്ത് ഇട്ടാ വിൻഷാടിന്റെ വേറെ ചേട്ടനുണ്ട് പറഞ്ഞില്ലേ ചേട്ടന്റെ വീട്ടിൽ ഇതേ പൊന്നൂനുള്ളത് കട്ട് ചെയ്യട്ടെ. അപ്പൊ അവരൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ചപ്പോഴാട്ടോ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കൊടുത്ത് അവിടുന്ന് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ. അപ്പോഴാണ് ഇതേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയമായി കഴിഞ്ഞാൽ ഇവിടെ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാമ്പിനെയാണ് കേട്ടോ. വീഡിയോ സ്പീഡാക്കിയോണ്ട് നിങ്ങൾക്ക് ഇത് വേഗം അഴിഞ്ഞു പോണ പോലെ തോന്നും. പക്ഷെ ഇത് പതുക്കെ പോയിക്കണം. ഒരു 5-10 മിനിറ്റ് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ അതാ തോട്ടുകൂടെ അങ്ങോട്ട് പൊക്കോളൂ. എന്തായാലും ചില്ലറക്കാരനല്ല പാമ്പ് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്തോ ഹെവി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് എന്തായാലും കേട്ടോ. പിന്നെ ഞങ്ങളിത് അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് പിന്നെ തീരെ വയ്യായിരുന്നു. ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോസ് ഒക്കെ വൈൻഡപ്പ് ചെയ്യണേ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.